നമ്മൾ ആദ്യം ഇതാണ് നമ്മുടെ വാൽവ് എന്ന് പറയുന്നത്. ഈ വാൽവ് ഓപ്പൺ ചെയ്യുക, ശ്രദ്ധിക്കുക, വളരെ കുറച്ച് മാത്രം ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് ടാങ്കി നിറയാനും ഓവർഫ്ലോയ്ക്കും സാധ്യതയുണ്ട്. കാരണം ഇവിടെ വരുന്ന ഓറിഫീസിന് 1 സെൻറ്റിമീറ്റർ മാത്രമേ ഡയമീറ്റർ ഉള്ളൂ. അപ്പോൾ അവിടെ വരുന്നത്ര വെള്ളം തിരിച്ച് ഇതിനകത്ത് ഇറങ്ങി പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇത് നിറയും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതിനകത്തൊരു പ്രഷർ ഹെഡിൻ സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞൊരു വാല്യൂ വേണം. ആ വാല്യൂ എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. നമുക്കൊരു 56 അല്ലെങ്കിൽ ഒരു 50 to 60 റേഞ്ചിൽ നമുക്കൊരു വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയാൽ നമുക്ക് വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക എന്ന് പറയുമ്പോൾ അവിടെ വാൽവ് പതിയെ ഓപ്പൺ ആക്കുക, അങ്ങനെ പതിയെ കോൺസ്റ്റൻ്റ് ആക്കുക. കാരണം അവിടെ മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കോൺസ്റ്റൻ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഒരു 50-നും 60-നും ഇടയ്ക്ക് ഇത് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയാൽ പിന്നെ വെള്ളം ഇതിലേക്ക് പോകുന്നു. നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കളക്റ്റിംഗ് ടാങ്ക് ഉണ്ട്. 5 സെൻറ്റിമീറ്റർ റേസിന് എത്രത്തോളം ടൈം എടുക്കുന്നു നോക്കുക. അപ്പോൾ ചെയ്യുന്ന സമയത്ത് വാൽവ് ഓഫ് ആക്കുക. അതിനുശേഷം ടാങ്ക് നിറയാതിരിക്കാൻ വേണ്ടി ഇത് എടുത്ത ശേഷം നമ്മൾ വാൽവ് ഓപ്പൺ ആക്കി കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പാരറ്റസ് ആണ്. നമുക്ക് ടൈം എടുക്കുക, 18 സെൻറ്റിമീറ്റർ എടുക്കുക, ബാക്കി ക്യൂ ആക്സിലും ക്യൂ ഡിസ്ചാർജും ഇതെല്ലാം നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അതുവഴി നമുക്ക് ഈസി ആയിട്ട് കിട്ടാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കേണ്ട വാല്യൂ കളക്റ്റിംഗ് ടാങ്കിന് എത്രത്തോളം ടൈം എടുക്കുന്നുള്ളതും ഏത് വാല്യൂ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച ഓരോ ഹെഡ് ഓരോ ഫ്ലോറേറ്റിൻ്റെ ഓരോ ഹെഡ് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ഇതാണ് സർക്കുലർ ഓറിഫീസ്.